പവർ സ്റ്റിയറിംഗ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ വണ്ടിയുടെ പവർ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു കോർ ഡ്രൈവ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേര് വീഡിയോ എവിടെ എന്ന് ചോദിച്ച വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. യെസ്, നമ്മുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ റിവ്യൂ ആണ് ഇന്ന് പറയുന്നത്. ആക്ച്വലി റിവ്യൂ അല്ല, എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി സൂട്ടബിൾ ആവുന്നത്. ഈ ഒരു വീഡിയോ ഡിലേ ആവാനുള്ള കാരണം വേറെ ഒന്നുമല്ല, കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം അറിഞ്ഞതിന് ശേഷം ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അതിനിടയ്ക്ക് വേറെ കുറച്ച് തിരക്കുകൂടി വന്നപ്പോൾ കുറച്ചുകൂടി ടൈം അങ്ങോട്ട് പോയി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഡിലേ ആവാനുള്ള കാരണം. എന്തായാലും ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഓക്കെ, ഇവിടെ വലിയ തിരക്കില്ല. ബാക്കിൽ ക്രിക്കറ്റ് കളിയൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് വരാം. നമ്മുടെ കഴിഞ്ഞ പവർ സ്റ്റിയറിംഗ് ഇൻസ്റ്റലേഷൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും. ഇൻസ്റ്റയിലാണ് എനിക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നത്. സോ എനിക്ക് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരുപാട് പേരെന്നോട് ചോദിച്ചൊരു കാര്യമാണ്, പവർ സ്റ്റിയറിംഗ് ആക്കിയപ്പോൾ നമുക്ക് കോസ്റ്റ് എത്രയായെന്നുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനു വേണ്ടി സെന്നിൻ്റെ യൂണിറ്റ് ആയിരുന്നു എടുത്തത്. എല്ലാം നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് തന്നെയാണ് എടുത്തത്. അതിപ്പോൾ യൂണിറ്റ് എടുക്കുന്നതായാലും ലെയ്ത്ത് വർക്കിനാണെങ്കിലും എനിക്ക് വേറെ കുറച്ച് തിരക്കുകളുള്ളതുകൊണ്ട് ഞാൻ അതിലൊന്നും പോയിട്ടില്ലായിരുന്നു. നമുക്ക് സോഴ്സിങ് ദ യൂണിറ്റ് മുതൽ ലെയ്ത്തും ഫൈനൽ ഇൻസ്റ്റലേഷൻ വരെയും 12,000 റുപ്പീസാണ് കോസ്റ്റ് ആയിട്ടുള്ളത്. സോ അതാണ് എക്സ്പെൻസ് ആയിട്ടുള്ളത്. പ്രൈസിങ്ങിൻ്റെ കാര്യത്തെപ്പറ്റി കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് സംസാരിക്കാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ആക്ച്വലി ഇതൊരു ക്വസ്റ്റ്യൻ അല്ല, ഒരു ഒപ്പീനിയനാണ്. ഞാനതൊന്ന് വായിക്കാം. സോ ഇതാണ് കമൻറ്റ്. ഡ്രൈവിംഗ് കംഫർട്ട് കൂടും, പക്ഷേ സ്റ്റിയറിങ്ങിൻ്റെ ഫീലും ഫീഡ്ബാക്കും പോയി കിട്ടും. ഇതിൽ പറഞ്ഞേക്കുന്ന ഫീലും ഫീഡ്ബാക്കും എനിക്ക് തോന്നുന്നു 800 യൂസ് ചെയ്തിട്ടുള്ളവർക്കും ഡ്രൈവ് ചെയ്തിട്ടുള്ളവർക്കും അറിയാവുന്ന ഒരു കാര്യമാണിത്. വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് ആയിരുന്ന ഒരു വണ്ടിയാണിത്. ആ ഒരു മെക്കാനിക്കൽ സ്റ്റിയറിങ്ങിൻ്റെ ഫീല് കിഡിലുമായിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും. ആക്ച്വലി എനിക്കും തോന്നിയിട്ടുള്ളൊരു കാര്യമായിരുന്നു അത്. പക്ഷേ നമ്മുടെ 800 പവർ സ്റ്റിയറിംഗ് ആക്കാനുള്ള സിറ്റുവേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റിയറിംഗ് ബോക്സ് മാറിയപ്പോൾ അത്രയും ടൈറ്റായിരുന്നു. പിന്നെ ചില കാര്യങ്ങൾക്ക് വേണ്ടി വേറെ ചിലത് നമുക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വരും. അതിലേത് വേണമെന്നുള്ളത് നമ്മുടെ തീരുമാനം പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. റീടെസ്റ്റ് വരുമ്പോൾ പവർ സ്റ്റിയറിംഗ് അഴിക്കേണ്ടി വരുമോ എന്നൊരു ബ്രോ ചോദിച്ചിട്ടുണ്ട്. ഇതല്ലാതെയും വേറെ കുറച്ച് പേര് പേഴ്സണലി എന്നോട് ഇക്കാര്യം ചോദിച്ചിട്ടുണ്ട്. ഇതൊരു എക്സ്റ്റേണൽ മോഡിഫിക്കേഷൻ അല്ലാത്തതുകൊണ്ട് 99% പ്രശ്നം വരാനുള്ള സാധ്യത ഇല്ലാത്തൊരു കാര്യമാണിത്. ഇത് പബ്ലിക്കിനോ അല്ലാതുള്ള സേഫ്റ്റിക്കോ ഒരു ഇഷ്യൂ കൊണ്ടുവരുന്ന ഒരു കാര്യമല്ല. പിന്നെ 99% എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ച് റീടെസ്റ്റ് പാസ്സാക്കാൻ സമ്മതിക്കില്ല എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ആണ് നോക്കുന്നതെങ്കിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊരു ഇഷ്യൂ ആയിട്ട് പറയാം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ 99% എന്ന് പറഞ്ഞത്. റീടെസ്റ്റിന് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ചെക്ക് ചെയ്യുന്നത്, ചെയ്തിട്ടുള്ളവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണത്. അതുകൂടാതെ നമ്മുടെ യൂണിറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. സോ ഇങ്ങനെയാണ് നമ്മുടെ യൂണിറ്റ് ഇരിക്കുന്നത്. ഈ കാണുന്നത് പവർ സ്റ്റിയറിങ്ങിൻ്റെ മോഡ്യൂളാണ്. ഡാഷിൽ വേറെ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ മോട്ടർ. ഇങ്ങനൊരു സാധനം വെച്ചിട്ടുണ്ടെന്ന് പോലും പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. പിന്നെ നമ്മുടെ യൂണിറ്റിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്യൂസ് ഊരിയാൽ നമ്മുടെ പവർ സ്റ്റിയറിംഗ് കട്ടാകും. സോ റീടെസ്റ്റിൻ്റെ ടൈമിൽ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ മനസ്സിലായില്ലേ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് കോമൺ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇനി ഇത്രയും നാളും പവർ സ്റ്റിയറിംഗിൽ നമ്മുടെ വണ്ടി യൂസ് ചെയ്ത എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. നമ്മുടെ ഇനിഷ്യൽ ഇംപ്രഷൻസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള അതേ കാര്യമാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. എൻ്റെ സ്റ്റിയറിംഗ് അത്രയും ടൈറ്റ് ആയിരുന്നതുകൊണ്ട് ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ചാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുമാത്രമല്ല, ഇത്ര ഒരു കുഞ്ഞു വണ്ടിയിൽ ഈ ഒരു സാധനം വന്നപ്പോൾ ഒരു കംപ്ലീറ്റ് ഫീലാണ് എനിക്ക് തോന്നിയത്. ഇതിൽ നമ്മുടെ മെയിൻ്റനൻസ് കഴിഞ്ഞ്, അതായത് സ്റ്റിയറിംഗ് ബോക്സൊക്കെ മാറിയതിന് ശേഷം കുറച്ച് ദൂരേക്ക് ട്രാവൽ ചെയ്യേണ്ടി വരുമ്പോൾ ഞാൻ 2 പ്രാവശ്യം ആലോചിക്കും 800 എടുക്കണമെന്ന്. കാരണം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് അധികം എഫേർട്ട് ഇടേണ്ട ഒരു അവസ്ഥയായിരുന്നു ആ ഒരു ടൈമിലുള്ളത്. കുറച്ച് ദൂരേക്ക് ഓടിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് കയ്യിലൊക്കെ അത് നല്ലപോലെ ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ദൂരെ പോകാനാണെങ്കിലും എവിടെ പോകാനാണെങ്കിലും അങ്ങനെ ആലോചിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ആ ഒരു വലിയ ഡിഫറൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ പറ്റിയാണ്. ജെനുവിൻലി പറയുകയാണെങ്കിൽ ഈച്ച് ആൻഡ് എവറി ഡ്രൈവ് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഡ്രൈവിങ്ങിലുള്ള ഒരു ഈസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതും റൂറൽ റോഡ്സിലൊക്കെ ഓടിക്കുമ്പോൾ ഒരു ടോയ് കാറൊക്കെ ഓടിക്കുന്ന പോലെ നമുക്ക് കൊണ്ടുനടക്കാനായിട്ട് പറ്റും. ഇതിനു മുന്നേ ഈ ചെറിയ റോഡ്സിലൊക്കെ പെട്ടെന്ന് നിർത്തിയിട്ട് ലൈൻ ചേഞ്ച് ചെയ്ത് ഡ്രൈവ് ചെയ്യുന്നത് ഒരു ടാസ്ക് ആയിരുന്നു. നിർത്തിയിട്ട് റിവേഴ്സ് എടുക്കുമ്പോഴും സെയിം അവസ്ഥയായിരുന്നു. ഞാനീ പറയുന്നതൊക്കെ ഈ സ്പെസിഫിക് വണ്ടിയുടെ കാര്യമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ട്രാഫിക്കിലൊക്കെ ഫിൽട്ടർ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഈസിയാണ്. സ്ട്രഗിൾ എന്ന് പറയുന്നൊരു സാധനമേ ഇപ്പോൾ ഫേസ് ചെയ്യുന്നില്ല. പിന്നെ പറയാനുള്ളത് ഹൈവേസിലെ കാര്യമാണ്. ഒരുപാട് പേരുടെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, ഹൈവേസിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, സ്റ്റെബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവുമോ എന്നൊക്കെ. എനിക്കും അതൊരു കൺസേൺ തന്നെയായിരുന്നു. ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ആക്ച്വലി വേറൊരു കാര്യം പറയാനുണ്ട്.
അതിനെപ്പറ്റി പറഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്, യൂഷ്വലി ഒരു സർട്ടൻ സ്പീഡ് എത്തിക്കഴിയുമ്പോൾ നോർമലി പവർ സ്റ്റിയറിംഗ് കട്ടാകാറുണ്ട്. ഇഫ് ഐ എം നോട്ട് റോങ് 4 സ്പീഡിൻ്റെ സ്പീഡുകളിൽ കട്ട് ഓഫിൻ്റെ ഓപ്ഷൻ വരുന്നില്ല, പക്ഷേ 5 സ്പീഡിൽ അത് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ വണ്ടിയിൽ നമ്മൾ കട്ട് ഓഫ് കൊടുത്തിട്ടില്ല, വിച്ച് മീൻസ് വൺസ് നമ്മൾ എഞ്ചിൻ ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പവർ സ്റ്റിയറിംഗ് കണ്ടിന്യൂസ്ലി വർക്കാകും എഞ്ചിൻ ഓഫ് ചെയ്യുന്നത് വരെ. ഇതുകൊണ്ട് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ആ ഒരു കൺസേൺ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ഫേസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, വരാതിരിക്കട്ടെ. ഈ കാര്യം കൂടി പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് സ്റ്റെബിലിറ്റിയിലോട്ട് തിരിച്ചു വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ട് ഓഫ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ലോ സ്പീഡ്സിലും ഹയർ സ്പീഡ്സിലും നമ്മുടെ പവർ സ്റ്റിയറിംഗ് ഒരേപോലെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈ സ്പീഡ്സിൽ സ്റ്റെബിലിറ്റി ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊരു തോട്ട് എനിക്കുണ്ടായിരുന്നു. ഹൈവേസിലോട്ട് ആദ്യം വണ്ടി എടുത്തപ്പോൾ ഞാൻ നോക്കിയതും അത് തന്നെയായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. ആക്ച്വലി അത് എനിക്കൊരു സർപ്രൈസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചത് പ്രശ്നം ഉണ്ടാവുമെന്ന് തന്നെയായിരുന്നു. 80ലും 90ലും അതിന് മുകളിലോട്ടും വേറെ ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല. ഈവൻ സ്ലൈറ്റായിട്ട് നമ്മൾ മാനേവർ ചെയ്യുമ്പോഴും എനിക്ക് അങ്ങനെ വണ്ടി കയ്യിൽ നിന്ന് പോകുന്ന ഫീലൊന്നും തോന്നിയില്ല. സോ അതിനെപ്പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി എന്ന് ഞാൻ കരുതുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നതും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, പക്ഷേ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പവർ സ്റ്റിയറിംഗ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ വണ്ടിയുടെ പവർ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഡോണ്ട് ഗെറ്റ് മീ റോങ്, കേൾക്കുമ്പോൾ എന്ത് പൊട്ടത്തരമാണ് ഞാൻ ഈ പറയുന്നതെന്ന് തോന്നും. പക്ഷെ ഞാൻ പറഞ്ഞു തന്നത് വേറൊന്നുമല്ല. പവർ സ്റ്റിയറിംഗ് ആക്കിയപ്പോൾ നമുക്ക് വണ്ടിയുടെ പുറത്തുള്ള കൺട്രോൾ ഒരു രക്ഷയില്ലാതെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ പവർ കുറച്ചുകൂടി ബെറ്ററായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പവർ ഹൈക്ക് ഫീൽ ചെയ്യുന്നത്. ഹാൻഡ്ലിംഗ് ആണെങ്കിലും ഒന്നും പറയാനില്ല. അപ്പോൾ 2-3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ ഇതിനെ പറ്റിയുള്ള എൻ്റെ വേർഡിക്റ്റും പിന്നെ നെഗറ്റീവ്സും ആയിരിക്കും ഇനി നിങ്ങൾക്ക് അറിയാനുള്ളത്. സോ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് പവർ സ്റ്റിയറിംഗ് ഇൻസ്റ്റലേഷനായ ടോട്ടൽ കോസ്റ്റ് 12,000 റുപ്പീസാണ്. ഇതിൻ്റെ വർക്ക് ചെയ്തത് കരുനാപ്പള്ളിയിലുള്ള നമ്മുടെ സ്വന്തം ദാസേട്ടൻ്റെ വർക്ക്ഷോപ്പിലാണ്. ഇൻസ്റ്റയിൽ ഞാനിത് ചെയ്ത സമയത്ത് വീഡിയോ ഇട്ടപ്പോൾ തന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ഫുൾ യൂണിറ്റ് ഒരു 6,500 രൂപയ്ക്ക് കിട്ടും, 8,000 രൂപയ്ക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കൂടുതൽ അത് എറണാകുളം തൃശ്ശൂർ സൈഡിൽ നിന്നൊക്കെ ആയിരുന്നു ആ ഒരു യൂണിറ്റൊക്കെ കിട്ടുന്നത്. എനിക്ക് അത് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. പക്ഷേ അതിനപ്പുറം എനിക്ക് നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ വർക്ക് ചെയ്യണമെന്നായിരുന്നു താല്പര്യം. ഈവൻ യൂണിറ്റ് സോഴ്സ് ചെയ്യുന്ന മുതൽ ഇൻസ്റ്റലേഷൻ വരെ. കാരണം ഞാൻ അതിലായിരുന്നു കംഫർട്ടബിൾ. അതുകൊണ്ട് പ്രൈസിങ്ങിൽ ഞാൻ അത്രയും കൺസേൺഡ് ആയിരുന്നില്ല. നമ്മുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഞാൻ വണ്ടി ഇറക്കിയ ശേഷം എക്സാക്റ്റായിട്ട് പറഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടായി. സോ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 5-6 കിലോമീറ്ററൊക്കെ കഴിയുമ്പോൾ പവർ സ്റ്റിയറിംഗ് കട്ടായി പോകുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ കോൾ സ്റ്റാർട്ടിലൊക്കെ വർക്ക് ആകുമായിരുന്നു, പിന്നെ കുറച്ച് ദൂരം കഴിയുമ്പോൾ അങ്ങ് കട്ടായി പോകും. ആ ഒരു ഇഷ്യൂ മോട്ടർ കാരണമോ മോഡ്യൂൾ കാരണമോ ആംഗിൾ സെൻസർ കാരണമോ ആകാം. ഇത് 3 പവർ സ്റ്റിയറിംഗ് യൂണിറ്റിലെ മേജറായിട്ടുള്ള കമ്പോണൻസ്. എന്തായാലും ഞാൻ വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോയി ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ പ്രശ്നം സോൾവ് ചെയ്തു. ഇഷ്യൂ മോഡ്യൂളിൻ്റെ ആയിരുന്നു. മോഡ്യൂൾ വരാൻ വേണ്ടിയിട്ടായിരുന്നു 2 ദിവസം എടുത്തത്. എന്തായാലും പ്രശ്നം സോൾവായി. പിന്നെ വേറൊരു ഇഷ്യൂ ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. ഇതുകൊണ്ടാണ് ഞാൻ നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ വർക്ക് ചെയ്യാനുള്ള കാരണവും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം വന്നപ്പോഴും എനിക്കങ്ങനെ ടെൻഷൻ ആകേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മെയിനായിട്ടുള്ള റീസൺ എനിക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ആണ്. ദൂരെങ്ങും പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതൊരിക്കലും ഒരു നെഗറ്റീവായിട്ടൊന്നും ഞാൻ പറയില്ല. ബിക്കോസ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പുതിയ സ്പേസ് ഒന്നുമല്ല, ഒരുപാട് നാളൊരു വണ്ടിയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പാർട്സാണ്. പ്രശ്നങ്ങൾ വരാം, അക്സെപ്റ്റബിളാണ്. സോ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. സോ നിങ്ങൾക്ക് പവർ സ്റ്റിയറിംഗ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പിൽ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ചെറിയൊരു പ്രൈസ് ഡിഫറൻസിന് വേണ്ടി നിങ്ങൾ ഒരുപാട് റിസ്ക് എടുക്കാതിരിക്കുക. എപ്പോഴും ഒരു ആഫ്റ്റർ സർവീസിൻ്റെ കാര്യം കൺസിഡർ ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. സോ എന്താണ് എൻ്റെ ഫൈനൽ വേർഡിക്റ്റ്? ഞാൻ 100% ഹാപ്പിയാണ് ദാറ്റ് ഐ വെന്റ് ഫോർ ദിസ്. പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ്സ് ഒന്നും ഇതുവരെയും തോന്നിയിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ വൺ ഫൈനൽ ക്വസ്റ്റ്യൻ, നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ബ്രേക്ക് ബൂസ്റ്ററിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊരു മസ്റ്റ് ഹാവ് സാധനമാണ്. ഒരുപാട് പേര് പറയും അതിൻ്റെ ആവശ്യമില്ല, ഞാനതിൽ യൂസ്ഡാണ്. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, ഞാൻ 2 യൂസ് ചെയ്തിട്ടുണ്ട്. യു ഷുഡ് ഡെഫിനറ്റ്ലി ഗെറ്റ് ഇറ്റ്. പക്ഷേ പവർ സ്റ്റിയറിങ്ങിൻ്റെ കേസിൽ ഞാൻ പറയും, അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങളുടെ 800 ഡ്രൈവ് ചെയ്യാൻ ഓക്കെയാണ്, സ്റ്റിയറിങ് അങ്ങനെ ഹെവി ഒന്നുമായിട്ട് ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പവർ സ്റ്റിയറിങ് വെക്കേണ്ട ഒരാവശ്യമില്ല. പിന്നെ ഞാൻ ആദ്യം കാണിച്ച കമൻറ്റ് പോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒറിജിനൽ ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും പവർ സ്റ്റിയറിങ്ങിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല. ബട്ട് നിങ്ങൾക്കൊരു 50 to 60% ബെറ്റർ ഹാൻഡ്ലിംഗ് വേണം, കുറച്ച് ബെറ്ററായിട്ട് ട്രാഫിക്കിലൊക്കെ ഫിൽട്ടർ ചെയ്യണം, പവർ കുറച്ചുകൂടി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വേണ്ടുന്ന ആൻസേഴ്സ് എല്ലാം കിട്ടി എന്ന് കരുതുന്നു. വിഷ്ണുദേവ് ബ്രോ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഈ വീഡിയോ പറ്റി.
ആൻഡ് ഹിയേഴ്സ് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങളൊരു 800 ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇൻസ്റ്റയിൽ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് സ്റ്റോറീസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. യു ക്യാൻ കണക്ട് വിത്ത് മീ ഫോർ എ ഡ്രൈവ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പവർ സ്റ്റിയറിംഗ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ളൊരു സംഭവം നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും അപ്ഡേറ്റ്സ് ഇടാം. സോ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.